ശ്രീ ഓലിക്കവിളാകം ഭദ്രകാളി ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടന്നു. അതിപുരാതന കാലം മുതൽ ഭാരതത്തിൽ ആരാധിച്ചു വന്നിരുന്ന ദേവീ സങ്കല്പമാണ് ഭദ്രകാളി. ഭദ്രകാളിയുടെ സങ്കല്പകഥകൾ നിരവധിയുണ്ട്. ദക്ഷ പ്രജാപതിയുടെ നിഗ്രഹത്തിനായി ശിവങ്കലിൽ നിന്നും ഉത്ഭവിച്ചതെന്നും ബ്രഹ്മാവിൽ നിന്നും വരം നേടി ദാരികാസുരനെ വധിച്ചെന്നും ദേവീ മഹാത്മ്യം. മാർക്കണ്ഡേയ പുരാണം തുടങ്ങി നിരവധി പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെ മൂർത്തിവത് ഭാവമാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ളത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര ശക്തികൾ ഒന്നുപോലെ കുടികൊള്ളുന്നതും സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികളുള്ളതും മോക്ഷദായിനിയും ആദിപരാശക്തിയുമായ ഭദ്രകാളിയെ ഹൈന്ദവ സമൂഹം പരദേവതാ സങ്കല്പത്തിൽ വിവിധ ആചാര രീതികളിൽ പൂജിച്ചു വരുന്നുണ്ട്. തിന്മയ്ക്കെതിരെ കാളുന്നതിനാൽ ദുരിത ശമനത്തിനായി ഭക്തജന സഹസ്രങ്ങൾ ഭദ്രകാളിയായും ലോകമാതാവാകയാൽ അമ്മയായും ആരാധിച്ചു വരുന്നുണ്ട്. പെരിങ്ങുഴി ഓലിക്കവിളാകം കുടുംബത്തിലെ മുൻ കാരണവന്മാർ ഭദ്രകാളിയായ ഭഗവതിയെ കുലപരദേവതയായി കൗളാചാര വിധാനത്തിൽ നൂറ്റാണ്ടുകൾ ആരാധിച്ചു വന്നിരുന്നു. പിന്നീടുള്ള തലമുറ വേണ്ട വിധം ഈ ഭഗവതിയെ ആരാധിക്കാതെയും ശ്രദ്ധ നൽകാതെയും വന്നു. കുടുംബത്തിൽ പലവിധ ദുരിത ദുസ്സൂചനകൾ കാണുവാൻ ഇടയായി. അതിന്റെ പശ്ചാത്തലത്തിൽ മഹാപണ്ഡിതന്മാരായ മോഹൻ പണിക്കർ, കൃഷ്ണകുമാർ പണിക്കർ, ജയവർദ്ധൻ KP, സനൽകുമാർ വെമ്പായം, അഭിജിത്ത് AV തുടങ്ങിയ ദേവജ്ഞർ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ 2023 ഏപ്രിൽ 16 ഓലിക്കവിളാകം കുടുംബാദികളുടെ ക്ഷേത്രകാര്യങ്ങളെ സംബന്ധിച്ച് വെച്ച അഷ്ടമംഗല പ്രശ്നത്തിൽ പ്രകാരം ഒരു പ്രധാനമായിട്ട് ഭദ്രകാളി സാന്നിധ്യം ദേവപ്രശ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷ്ഠാധികാരങ്ങളും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്, ഭംഗിയായി നടക്കുന്നുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഭദ്രകാളിയെ പൂർവാധികം ഭംഗിയായി ആരാധിച്ചു വരണമെന്നും കുടുംബത്തിനും ദേശത്തിനും അത് നന്മയും ശാന്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നും കാണുകയുണ്ടായി. ഓലിക്കവിളാകം ഭദ്രകാളി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠാ കർമ്മങ്ങൾ ഇന്ന് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പൂർവ സൂരികളായിട്ടുള്ളതായ ആൾക്കാർ ഇവിടെ വെച്ചാരാധന ചെയ്തിരിക്കുന്ന ഭദ്രകാളി ചൈതന്യത്തിനെ അതിന് പ്രത്യേകമായി പൂജിച്ച് പത്മമിട്ട് പൂജിച്ച് വയ്ക്കുകയും ആ ചൈതന്യത്തിനെ ജീവകലശത്തിലേക്ക് ആവാഹിച്ച് എടുത്തുകൊണ്ട് അതാണ് ആ ചൈതന്യത്തെയാണ് ബാലാലയത്തിനകത്തേക്ക് മാറ്റുന്നത്. അതിനുശേഷം ഇവിടെ ഖന്നാദി ക്രിയകളും ഒക്കെ തന്നെ ചെയ്ത് യഥാമുഹൂർത്തത്തിൽ ഇതിന് സ്ഥാനം കണ്ട് ക്ഷേത്രത്തിന് സ്ഥാനം കണ്ട് സവധി നിശ്ചയിച്ചിരിക്കുന്നതായ നല്ല മാതൃകയിലുള്ളതായ ഒരു ക്ഷേത്ര നിർമ്മാണമാണ് ഇനി ഈ പ്രദേശത്ത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ ഭദ്രകാളി സങ്കല്പത്തോട് കാളിയും മേഘസമപ്രഭാം എന്ന് തുടങ്ങുന്ന ധ്യാനത്തോടൊപ്പം ഉള്ളതായ ഭദ്രകാളി സങ്കല്പവും അതോടൊപ്പം തന്നെ മന്ത്രമൂർത്തി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയിരിക്കുന്ന ഈ ചൈതന്യങ്ങളെയുമാണ് ഇപ്പോൾ ഇവിടെ ബാലാലയത്തിനകത്തേക്ക് പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പീഠപ്രതിഷ്ഠയായിട്ട് ഭദ്രപീഠത്തിലേക്ക് ആവാഹിച്ച് താൽക്കാലികമായിട്ട് പ്രതിഷ്ഠ നടത്തുക. ഇതാരും പ്രതിഷ്ഠയായിട്ടാണ് ഇപ്പോൾ തൽക്കാലം നടത്തുന്നത്. അത് പ്രാണപ്രതിഷ്ഠയോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് ശിലയിലോ ലോഹത്തിലോ അതിൻ്റെ ഭാരവാഹികളായ ആൾക്കാർ എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചുള്ളതായ വിഗ്രഹത്തിൽ പഞ്ചലോഹ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ശിലാവിഗ്രഹത്തിലോ ഏതാണ് സ്വരൂപത്തോട് കൂടിയിട്ടുള്ളതായ വിഗ്രഹങ്ങളിൽ പ്രാണപ്രതിഷ്ഠ നടത്തുവാനാണ് ഇവർ ഇപ്പോൾ തൽക്കാലം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നാടിനും നാട്ടുകാർക്കും ഒരു ഉണർവായിട്ട് ഈ ക്ഷേത്രം മാറും എന്നുള്ളതായ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരദേവതാ സ്ഥാനത്ത് ക്ഷേത്ര താന്ത്രിക ആചാര്യൻ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ജ്യോതിഷ പണ്ഡിതൻ വെമ്പായം സനൽകുമാർ, ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത താപതി ചിറയൻകീഴ് രത്നാകരൻ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. അമ്മേ നാരായണ. ഇന്ന് ഫെബ്രുവരി 18 നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബാലാലയ പ്രതിഷ്ഠ വളരെയധികം ഭംഗിയായി നമ്മുടെ മലയാലപ്പുഴ മൂലക്ഷേത്രമായ തൊമ്പിൽ കൊട്ടാരത്തിൽ നിന്ന് ഒരു കൂട്ടം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഓൾറെഡി നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു അതിശയമായി തോന്നിയത് ദേവജ്ഞന്മാർ ഇവിടെ പ്രവചിക്കുന്ന സമയത്ത് അവരൊരു കാര്യം പറയേണ്ടായി.
കൊടുങ്ങല്ലൂർ അമ്മയോളം ശക്തിയുള്ള ദേവത അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയോടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദേവജ്ഞന്മാർ ഈ ദേവതയെ എല്ലാ കലകളും കൊണ്ടും ഉപമിച്ചത്. അങ്ങനെയുള്ള ആ ദേവത അന്ന് നമുക്ക് അത്രയധികം കൊടുങ്ങല്ലൂർ അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആ ശക്തി, ആ പരാശക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇവിടെ ഇന്നലെ ഒരു അത്ഭുതമാണ് സംഭവിച്ചത്. കൊടുങ്ങല്ലൂരത്തെ 35 വർഷമായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ മേൽശാന്തിയായിട്ട് നിൽക്കുന്ന മേൽശാന്തി അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഇവിടെ ഏൽക്കുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്നിട്ട് വളരെ മനോഹരമായിട്ട് കൊടുങ്ങല്ലൂരത്തെ ആചാര രീതികൾ അനുസരിച്ച് ഒരു പൂജ ഇവിടെ കഴിക്കുകയുണ്ടായി. ഒപ്പം നമ്മുടെ പുഷ്പാഞ്ജലി സ്വാമികൾ ഇവിടെ വരികയുണ്ടായി. പുഷ്പാഞ്ജലി സ്വാമികളെ നമ്മൾ കാണുന്നത് സാക്ഷാൽ പത്മനാഭൻ്റെ പ്രതിപുരുഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ വരികയുണ്ടായി. ഇന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ധന്യമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കരിങ്കാളി എന്ന് പറയുന്ന ഒരു സോങ് വരികയുണ്ടായി. അവരുടെ രണ്ടുപേരും പാട്ട് ഇവിടെ പാടാൻ. അപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം കൊടുങ്ങല്ലൂർ അമ്മയുമായിട്ടുള്ള ഒരു ഉപമ, അതാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഭഗവതിയും ഒരു പുതിയൊരു കുടുംബവും ഒക്കെ ഉണ്ടായി ഇവിടെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അമ്മയുടെ മക്കളായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. ഒപ്പം ഈ ഒരു അഴൂർ പഞ്ചായത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അമ്മയായി മാറാനും ഈ അമ്മയെ കൊണ്ട് ഒത്തിരി പേർക്ക് ഒരു ആശ്രയം, ഇവിടെ ഇതൊരു ആശ്രയ കേന്ദ്രമാകണം. എല്ലാവർക്കും ഒരു വിഷമം വന്നാൽ, ഒരു സങ്കടം വന്നാൽ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, ഒരു ജോലിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒക്കെ ആശ്രയിക്കാൻ ഒരിടം എന്ന് പറയുന്ന ഒരു ആലയമായി മാറണം ഈ ക്ഷേത്രം എന്നുള്ളതാണ് പ്രാർത്ഥന. മറ്റൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. ഈ ഒരു കുടുംബം നല്ല രീതിയിലാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇതൊരു പുതിയ കുടുംബമാണ്, പുതിയൊരു കുടുംബത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു തറവാടും ഈ തറവാട്ടിലെ മക്കളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭാരത് വിഷൻ ചിറയൻകീഴ്.